നമസ്കാരം. ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേക്കൊപ്പം എക്സിറ്റ് പോളുകൾ നടത്തിയ ആക്സിസ് മൈ ഇന്ത്യയുടെ തലവൻ പ്രദീപ് ഗുപ്ത ഇന്ത്യ ടുഡേയുടെ ചാനൽ ചർച്ചയ്ക്കിടെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ കൃത്യമായ അവലോകനം അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്കിടയിൽ ഇതും വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് 400-നടുത്ത് സീറ്റുകൾ പ്രവചിച്ചിരുന്നു ആക്സിസ് മൈ ഇന്ത്യ. അപ്പോൾ ഇത് തെറ്റിപ്പോയതാണ് അദ്ദേഹത്തെ വേദനിപ്പിച്ചിരിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ, ഇന്ത്യ ടുഡേ എന്നിവ ഉൾപ്പെടെ മിക്കവാറും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും BJP നയിക്കുന്ന NDA സർക്കാരിന് 350 മുതൽ 400 വരെ സീറ്റുകൾ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഈ പ്രദീപ് ഗുപ്ത വല്ലാതെ വികാരാധീനനാകുന്നത് കണ്ട ഉടൻ തന്നെ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും ഒരുപക്ഷെ കൊച്ചുകുട്ടികളൊക്കെ കരയുന്നത് പോലെ പൊട്ടി കരയുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത്. ആന്ധ്രാപ്രദേശിന്റെയും ഒഡീഷയുടെയും മറ്റും ഫലങ്ങളിൽ ഗുപ്ത വളരെ കൃത്യമായിരുന്നു എന്ന് രജ്ദീപ് സർദേശായി ഉൾപ്പെടെ പറഞ്ഞിട്ടും അദ്ദേഹം കരച്ചിൽ അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യ ടുഡേയിൽ ആ ചർച്ച നയിച്ചിരുന്ന അവതാരകർ ഒന്നടങ്കം വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ചിലരൊക്കെ ഞങ്ങൾ പാട്ട് പാടി തരട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇത്ര വലിയ ഗൗരവമായ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ അവർ അങ്ങനെ പോലും ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങളൊക്കെയും വിഫലമായിരുന്നു. ഈ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും അധികം വിശ്വാസ്യത ഉണ്ടായിരുന്നത് ആക്സിസ് മൈ ഇന്ത്യക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അവർക്ക് അപ്രതീക്ഷിതമായി ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ എക്സിറ്റ് പോളുകളിൽ നിന്നും വിഭിന്നമായി എക്സാക്ട് പോളുകൾക്ക് വലിയ വ്യത്യാസം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാനാവാതെ വന്നത്. ഈ കണക്കുകൾ തെറ്റുന്നതോടുകൂടി ഈ സർവേ ഏജൻസികളുടെ ഭാവി കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനോടകം തന്നെ എക്സിറ്റ് പോളുകൾക്ക് വിശ്വാസ്യതയില്ല എന്ന തരത്തിലുള്ള നെഗറ്റീവുകൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. നിലവിൽ എന്തായാലും പ്രദീപ് ഗുപ്തയുടെ ഈ കരച്ചിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ വൈറൽ വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് സിനി മലയാളം.